നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ചിങ്ങമാസക്കാലത്തിൽ ലഭിക്കുന്നത്. അതായത് ഈ നക്ഷത്ര ജാതകരുടെ കൂറിന്റെ അധിപനായ ചൊവ്വ 11-ൽ സ്ഥിതി ചെയ്യുകയാണ്. ഭൂമി വിൽക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ്. അതായത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ വസ്തു വിൽപ്പനയ്ക്ക് ഇട്ടിരുന്ന വ്യക്തികൾക്കും അനുകൂലമായ ഒരു കാലഘട്ടമാകുന്നു ചിങ്ങമാസ കാലഘട്ടം. അതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ കൂറിന്റെ അഷ്ടമത്തിൽ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നതിനാൽ നഷ്ടങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പലവിധ ചതികളിലും പെടുവാൻ സാധ്യത ഏറുകയാണ്. അത് ധനം കടം കൊടുത്തവരിൽ നിന്നും ധനം തിരികെ ലഭിക്കാത്ത അവസ്ഥയും ഈ കാലഘട്ടത്തിൽ വന്നു ഭവിക്കുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ പലവിധ പരാജയങ്ങൾ നേരിടേണ്ടതായ അവസ്ഥയും വന്നു ഭവിക്കുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നവർ പാർട്ട്ണറുമായി പിരിയേണ്ട അവസ്ഥയും വന്നു ഭവിക്കുകയാണ്. ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ ഗവൺമെന്റ് ജോലി ലഭിക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുകയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരവും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു. തുണി ബിസിനസ് ചെയ്യുന്നവർക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുകയും വീട് പണികൾ ഇടയ്ക്കിടയ്ക്ക് മുടക്കം വരികയും വാഹനത്തിൽ നിന്നുള്ള വീഴ്ച വന്നു ഭവിക്കുവാനും സാധ്യത കൂടുതലാണ്. ആയതിനാൽ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ കഴിയുന്ന ഒരു മാസം കൂടിയാകുന്നു. അതുപോലെ ഭാഗ്യസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നതിനാൽ പലവിധ ഭാഗ്യങ്ങൾ വന്നു ഭവിക്കുമെങ്കിലും ആ ഭാഗ്യങ്ങൾക്ക് അല്പതാമസ തടസ്സം നേരിടേണ്ടതായി വരും. അതുപോലെ കളഞ്ഞുപോയ സർട്ടിഫിക്കറ്റുകൾ, ബുക്കുകൾ മുതലായ കാര്യങ്ങൾ തിരികെ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. സ്ത്രീകളിൽ നിന്നും പല വിധേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസ കാലഘട്ടം. ചില പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തേണ്ടതായ യോഗവും കണ്ടുവരികയാണ്. അതായത് സർപ്പക്കാവുകൾ അല്ലെങ്കിൽ സർപ്പക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കുടുംബദേവത ക്ഷേത്രങ്ങൾ മുതലായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസ കാലഘട്ടം. ഇടവിട്ട് ഉദര സംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കുകയും മനസ്സിൽ ഉണ്ടായിരുന്ന പല ആശയങ്ങൾക്കും തടസ്സം നേരിടേണ്ടതായ അവസ്ഥയും ഈ മാസകാലം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും അതുപോലെ സർപ്പക്ഷേത്ര ദർശനവും സർപ്പത്തിന് 100 പാലും നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. വ്യാഴൻ അഷ്ടമത്തിലായതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാകുന്നു ഈ കാലഘട്ടത്തിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ഓണാശംസകൾ.